ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ മാഞ്ചസ്റ്റർ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക്കലി വന്നിരിക്കുന്ന ഈ 10 ദിവസത്തെ ഷോർട്ട് ട്രിപ്പിനാണല്ലോ വന്നത്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ് ട്രിപ്ലറ്റ്സിൻ്റെ, അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ കഴിയുന്നിടത്തോളം അത് മുടക്കാറില്ല. എല്ലാ വർഷവും ഞാൻ ഇവിടെ ഉണ്ടാവാൻ നോക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 വർഷം എനിക്ക് വരാൻ പറ്റിയില്ല ആ ടൈമിൽ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 1.25 വർഷമായി, അത്രയും ഗ്യാപ്പായി. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ അവരുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അതിനുള്ള കേക്ക്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി, അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ നാളെ ഇനി വീട്ടിലെ പാർട്ടിയാണ്. വീട്ടിലെ പാർട്ടിയുടെ കേക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. 3 കേക്ക് ഉണ്ടാക്കണം, അതിൻ്റെ തയ്യാറെടുപ്പുകൾ. അപ്പോൾ വീടൊക്കെ നല്ല സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഡീപ്പ് ക്ലീനേഴ്സ് വന്നിരുന്നു, അവർ വന്ന് ഇതെല്ലാം ഒക്കെ ചെയ്തിട്ട് പോയി. കാര്യം നാളെ ബർത്ത്ഡേ പാർട്ടി നടക്കേണ്ട വീടാണ്. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു ഏരിയ നമ്മൾ പറഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യണം. ഞങ്ങൾക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറേ എല്ലാം ക്ലട്ടേഴ്സ് വരും, അത് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ല വെതർ, വൈകുന്നേര സമയം, ഇപ്പോൾ സമയം 5 മണിയാണ്. പുറത്തൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ 2 ബട്ടർ ഞാൻ പുറത്ത് വെച്ചിരിക്കുക റൂം ടെമ്പറേച്ചർ ആകാനായിട്ട്. ഇനിയുള്ള കേക്ക് ബേക്കിങ്ങിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ഒരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുക. പിന്നെന്താ പറയുക, ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാം ഓക്കെയാണ്. പുറത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ വെയിൽ കാണുന്നുണ്ടല്ലോ, 5 മണിയാണ് കേട്ടോ സമയം. ഇറ്റ് ഈസ് നൈസ്. ഇത് ഇവിടുത്തെ പുതിന ലീഫ് ചെടി. പുറത്തേക്ക് ഞാൻ ഇറങ്ങാം. ഭയങ്കര വെയിലാണ് ഇപ്പം. നമ്മളിവിടെ കുക്ക് ചെയ്യുന്ന സമയം, ബേക്കിങ് അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഈ സമയത്ത് ഇതിൽ നമ്മൾ വേണമെങ്കിൽ സിനിമയൊക്കെ കാണാറുണ്ട്. ഓക്കെ, പ്ലേ റൂം ഇപ്പം ഇങ്ങനെയാണ്, എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, this is a different playroom now. നോക്കിയാൽ പുറത്തെ വെയിൽ, അയ്യോടാ, സച്ച് എ സണി ഡേ. 5 മണിയായിട്ടും ഇതിപ്പോൾ 10:30 ആകും കേട്ടോ സൺസെറ്റ് എന്ന് പറയുമ്പോൾ. ലിവിങ് റൂമിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, സോഫയെല്ലാം ഈ സൈഡിലേക്കായി, ഡൈനിങ് ഏരിയ ഇങ്ങോട്ടാക്കി. പിന്നെ ഇങ്ങനെ കുട്ടികളുടെ ഇതും, പിന്നെ എന്താ പറയുക, യെസ്. ഇഷ്ടംപോലെ മുട്ടയെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം നമുക്കിപ്പോൾ ബേക്കിങ്ങിന് ധാരാളം എഗ്സ് വേണം, ബട്ടർ വേണം. ഫ്രിഡ്ജിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ധാരാളമായിട്ട് ക്രീം ചീസ്, ബട്ടർ, ഫ്രഷ് ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ട്. ബട്ടർ മിൽക്ക് അതെല്ലാം ഇങ്ങനെ റെഡിയാണ്. വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. റെഡ് വെൽവെറ്റ് അല്ല, റെയിൻബോ വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, എല്ലാ സാധനങ്ങളും സ്റ്റോക്കാണ്. പിന്നെ പാർവതിയും കൂടി വരാൻ വെയിറ്റ് ചെയ്യണോ ഞാൻ തുടങ്ങണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതായത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സെയിം ബാറ്റർ വെച്ചിട്ട് ഞാൻ റെയിൻബോ കേക്കാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അത് പാർവതിയുടെ ഐഡിയ ആണ്. ഒരു റെയിൻബോ കേക്ക് ആയാലും അമ്മ എന്ന് വെച്ചു. ഓക്കെ, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അതിനൊരു ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് എല്ലാം കൊടുത്തിട്ട്, അത് ലേക്ക് വേണ്ടിയിട്ട് റെയിൻബോ കേക്ക്. അതിലൊരു തീം എന്ന് പറയുന്നത് മെർമെയ്ഡ് തീമാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കുറച്ച് ടഫാണ്, പക്ഷെ പാർവതിക്ക് ആഗ്രഹമുണ്ട്. പാർവതി അതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വലിയ എക്സ്പേർട്ടാണ് കേട്ടോ. 2 വർഷം ഞാൻ വന്നില്ലല്ലോ ബർത്ത്ഡേക്ക്. അപ്പോൾ പാർവതി തന്നെയായിരുന്നു ബർത്ത്ഡേ കേക്ക്സ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അടിപൊളിയായിട്ടുണ്ടാക്കി. ഞാൻ തന്നെ ഞെട്ടി, അയ്യോ ഇത്രയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പഠിച്ചല്ലോ വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിന്നെ വേറെ ഒരു മോന് ഹോട്ട് വീൽസിൻ്റെ ടൈപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. വിഹാൻ ഇഷ്ടം ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ യുവാൻ ഇഷ്ടം ബട്ടർ കേക്ക് സ്റ്റൈലാണ്. അതുകൊണ്ട് ഒരു വിക്ടോറിയ സ്പഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ എല്ലാവരും വരും. അശ്വിൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫുൾ ഫാമിലി. ശ്യാമള ചേച്ചി ഉണ്ട്. ശ്യാമള ചേച്ചി ഇവിടെ ആയിരുന്നു. ഞാൻ വരുന്നു എന്നതിന് ശേഷം, അതായത് ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു 10 ഡേയ്സ് ചേച്ചി രേഷ്മയുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം കുറച്ച് ദിവസം ഞാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ശ്യാമള ചേച്ചി നാട്ടിലേക്ക് വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ മാറി ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവണമല്ലോ, അതാണൊരു രീതി. അപ്പോൾ എന്തായാലും എല്ലാവരെയും നാളെ കാണാം. അപ്പോൾ തയ്യാറെടുപ്പ്, ഇന്ന് കേക്ക് മേക്കിംഗ് ആണ്. ഇന്ന് രാത്രി ഫുൾ കേക്ക് മേക്കിംഗ് ആയിരിക്കും. നാളെ ഉച്ചയ്ക്കാണ് ലഞ്ച് പരിപാടിയാണ്. അപ്പോൾ അത് രസമാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവരുടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്കെല്ലാം പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു രസം ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും കുടുംബങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്, അനുകുട്ടിയെ വിഷ്ണുവിനെയൊക്കെ വിളിക്കുന്നുണ്ട്. കുടു എപ്പോഴും അമ്മ ഞാൻ ഷൂട്ടിങ്ങിന് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, ഐ വോണ്ട് ടു ഗോ മാഞ്ചസ്റ്റർ, എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കാത്തതുകൊണ്ട് ഞാൻ മിണ്ടിയിട്ടില്ല. നമ്മൾ തിരിച്ച് പോകുമ്പോൾ കണ്ടാൽ അതുവരെ ഷൂട്ടിങ്
Am I doing? You are helping me, okay? അപ്പോൾ നമ്മൾ കേക്ക് മേക്കിംഗ് അതിൻ്റെ പ്രോസസ്സിലാണ്. ട്രിപ്ലെറ്റ്സ് എല്ലാം ഉറങ്ങാൻ പോയി. ആയുഷ് അമ്മാമ്മയുടെ കൂടെ ഉണ്ട്. ഓക്കെ, now we are going to beat the eggs. You can do it? Wow. Now Mama is going to put some sugar. Okay, you continue with this. Sugar. ഓക്കെ, ഫെബ്രുവരിയിൽ നാട്ടിൽ വെച്ച് ആയുഷിനെ കണ്ടിരുന്നു. അവരെല്ലാം വന്നിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് വന്നിരുന്നു. പിന്നെ ഇപ്പം നമ്മളിവിടെ വെച്ചാണ്. ആയുഷ്, Hi. ഹായ് ഹായ്. ആയുഷിന് കുക്കിങ്ങിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ട്. അമ്മാമ്മയെ ഹെൽപ്പ് ചെയ്യാനും അമ്മയെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റിലേക്ക്. അപ്പോൾ കേക്ക് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഓക്കെ. Are you making a Yeah, you are going. We are going to make a rainbow cake. That is for Leia. Okay. So first, rainbow velvet cake. Red velvet കേട്ടിട്ടുണ്ട്. നാല് മുട്ടയും 1.5 കപ്പ് പഞ്ചസാരയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 1/2 കപ്പ് ഓയിലാണ് ഒഴിക്കാൻ പോകണം. ഒഴിച്ച് വീണ്ടും ബീറ്റ് ചെയ്യും. സോ 1/2 കപ്പ്, യാ, യു ക്യാൻ ഹെൽപ്പ് അമ്മാമ്മ. ഒഴിച്ചോളൂ. You pour it into Yeah. the cake. Yes, into this batter. Okay. Yeah, Mama is going to beat. Okay. Egg is properly made. Egg and oil, everything is properly mixed. ഇനി ഇതിനകത്ത് ബട്ടർ മിൽക്ക്. ഇത് റെയിൻബോ കേക്ക് ആയതുകൊണ്ട് ഇതിൽ നമ്മളിപ്പോൾ കളർ ഒഴിക്കുന്നില്ല. വിൽ മിക്സ് കളർ ലേറ്റർ. ഓക്കെ, ദിസ് ഇസ് ബട്ടർ മിൽക്ക്. ഇതൊരു 3/4 കപ്പ് ഉണ്ട്, അതൊഴിക്കാം. അതിന് മുന്നേ ഒരു കാര്യം, സം എസെൻസ്. വി നീഡ് ടു പുട്ട് സം എസെൻസ്. Color. No, this is not color, this is vanilla. 1 teaspoon or essence. Okay, essence which I eggy smell all about that egg smell, no, that will go. And now this buttermilk. Okay, you can pour it. Wow, 3/4 cup. You're smelling that cake smell is coming already. Wow. So now for the flour. That is the dry ingredients. This is maida mava 2 cups. Maida 2 cups and baking powder 1 teaspoon and 1/2 teaspoon baking soda. Little, and 1 teaspoon of what do you say, cocoa powder. You're making the white. Yeah. But they just like chocolate. Yes, light chocolate, only to 1 spoon because we need She likes to. red velvet though, doesn't she? Yeah. It's a red velvet. Every red velvet has a bit of chocolate. Chocolate. So everything mixed. Normally when we do red velvet, we just put one color. Now we are going to make rainbow. So 4 different colors we have to put. So we are dividing the batter into 3 different bowls and mix different colors. Okay. Blue, green, yellow. Blue, Mama has kept. This is one. Blue, then green, purple, and Red. no, pink. Okay. 3 കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. റെഡ് വെൽവെറ്റിൻ്റെ സെയിം റെസിപ്പിയാണ്. ബട്ട് ഉള്ളി തിങ്ക് നമ്മൾ റെഡ് വെൽവെറ്റ് റെഡ് കളർ സൂപ്പർ റെഡൊന്നും ചേർക്കുന്നില്ല. പകരം 4 ഡിവൈഡ് ചെയ്തിട്ട് 4 ഡിഫറെൻറ്റ് കളേഴ്സ്, 4 ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ. ഒരു 2 ടീസ്പൂൺ വിനീഗറിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി എക്സ്ട്രാ ലാസ്റ്റ് ചേർക്കണം. അപ്പോൾ അതിങ്ങനെ നല്ല പതഞ്ഞ് വരും. 2 ടീസ്പൂൺ വിനീഗർ, സോഡാപ്പൊടി, mix. See, Mana, see the bubbles. See, Mama is going to put this. Okay. It looks solid. Oh, it's okay. No problem. Mix it. There's so many flies. So many flies. Summertime. Get a fly spotter. Because you left the bin there. Okay.
ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഇവിടെ ഫ്ലൈസിൻ്റെ ഒക്കെ ശല്യമുണ്ട്. നമ്മുടെ സാധാരണ ഈച്ചയൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് ട്രാപ്പെല്ലാം വെക്കണം. പിന്നെ ഈ ഈച്ച പിടിക്കുന്ന ബാറ്റ്. ദ ബാറ്റർ ഇസ് റെഡി. ഇതിപ്പോൾ നമ്മൾ 4 ട്രേയിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ടിൻസ്. ഇതേ അളവിൽ 4 ടിൻസ് ഉണ്ട്. അതായത് 4 ലെയർ കേക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നമ്മൾ. ഇതിനകത്ത് ഇത് കുറേ നാൾ മുമ്പ് മേടിച്ചാണ്. പാർവതി സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. 4 ഒരേപോലെ. അപ്പോൾ ഒരേ അളവിൽ ഇത് മെഷർ ചെയ്ത് മാറ്റണം. എന്നിട്ട് ഓരോന്നിലും നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ 4 പാത്രത്തിലായിട്ട് മാറ്റിയിട്ടുണ്ട്. 4 പാത്രം. സോ വി ആർ ഗോയിങ് ടു മിക്സ് കളർ. ഓക്കെ, ദിസ് ഇസ് ലീഫ് ഗ്രീൻ. Yeah, let's see what color it turns. Wow, green. Nice. This is leaf green. Okay. That's a green cake. One layer will be green. This is a rainbow cake. Little more color needed. Korchudi color. Okay. Oh, too much. This is green. One more drop. Okay, let's see. That's it. Then it becomes a little more dark. Why do we need dark? So we need much, that's more color. Let's see, we'll finalize in the end. But green eye. Now this is we are going to make Blue. blue. Okay. ഇത്രയും മതിയോ? നോക്കേ, പാർവതി ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ഇല്ല പക്ഷെ പാർവതി വരുന്നില്ല. പാർവതിയുടെ ശബ്ദം മാത്രമേ വരുന്നു. ഇത് മതി, ഇത്ര മതി കളർ. ഓക്കെ, സോ 1 blue, 1 green, and third color It's purple or pink. no, I think it's pink. Okay, I'll go for pink. And then the fourth is purple. Last one will be purple. Yeah, ഇത് കുറച്ച് തീരാറായി തോന്നുന്നു. പിങ്ക്. Yes, this is pink. കുറച്ചുകൂടെ പിങ്ക് വേണം. Last one is purple. Yeah, last one will be purple. Little more drop, one more drop. ഇത് പിങ്ക് തീരാറായി. Oh no. Yes, that would be enough. Okay, it's nice. This one, the edge. Now this would be fine. Okay, nice pink. Wow, നല്ലൊരു പിങ്ക് കിട്ടി. ഇതെല്ലാം അമേരിക് കളറിനാണ്. അമേരിക് കളർ. Okay, but third one is ready. And now going for the last Purple. 4. So, okay. Yes, that's a purple one. Yeah. Oh, thank you, Munna. I think this have to be opened. Yes. ഇച്ചിരി ഡാർക്ക് ആക്കട്ടെ. ഇത് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ കളർ പറയും. 1 more drop, okay? Yes, that would be fine. Where is the cap, Mona? Don't touch this. This will stain your hands. Yeah, be careful. ഇനി നമ്മൾ That's very dark. പാർവതി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യൂ ഓവൻ. That's really dark. This is dark. Purple. എല്ലാ കളേഴ്സും ആയി. ഇതേ ബ്ലൂ. യെസ്, ഇത് ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് കാണിക്കാം. ഓക്കെ, beautiful color, no, Mona? Green. I like this color.
ഈ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സി ബിസിനസ്സാണ്. അതുകൊണ്ട് തുടയ്ക്കണം, കഴുകണം ഇൻ ബിറ്റ്വീൻ. Fourth one, chocolate books. blue. സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂവിനെ നമ്മൾ ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് കൊടുത്തു. എല്ലാം കറക്റ്റാണ് കേട്ടോ. ഓരോന്നിലും ഓരോ കപ്പാണ് കറക്റ്റ്. ആ ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോ ട്രേയിലേക്കും ടിന്നിലേക്കും ഓരോ കപ്പ് കിട്ടി. പെർഫെക്റ്റായിട്ട് ഒരേ അളവ് തെറ്റിയൊന്നുമില്ല. ടാപ്പിംഗ്. യെസ്, കെയർഫുൾ. ടാപ്പിംഗ് ജോബ് ആയുഷ് ചെയ്യും. ഓക്കെ, യാ, ഗുഡ്. ആ ബബിൾസൊക്കെ പോകാനായിട്ടാണ് ടാപ്പിംഗ്. പിന്നെ ഇഷ്ടം and നല്ല കളർഫുൾ ആയിട്ട്. ദിസ് വൺ യു ടാപ്പ് ദിസ് ബ്ലൂ വൺ. കെയർഫുൾ. യെസ്, ഗുഡ് ഗുഡ്. 4 കളേഴ്സും സെറ്റ്. പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് മാറ്റാം. പാത്രങ്ങളല്ലേ, മൊത്തം ഇവിടെ നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ വർക്ക് ഏരിയ ആയിട്ട് മാറ്റിയിരിക്കുക. ആയുഷ് ക്ലീനിങ് വർക്ക് പ്രോഗ്രസിങ്. അയ്യോ പാവം, സ്വന്തമായിട്ട് ചെയ്താണ്. വാവ്, യു ഹെൽപ്പിംഗ് അമ്മ മമ്മി. യാ ആയുഷ്, യാ. ഫസ്റ്റ് സെറ്റ് ഓഫ് കേക്കെല്ലാം ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകും. ഓക്കെ, അതിനുള്ള മെഷർമെൻ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുകയാണ്. ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് കളർ ഡിഫറൻസ് വരും. പക്ഷേ എൻ്റെ മുകളിലത്തെ ലെയർ ഞാനൊന്ന് കട്ട് ചെയ്യുമ്പോൾ അകത്ത് കറക്റ്റായിരിക്കും. ഇത് ബ്ലൂ, ഗ്രീൻ, പിങ്ക് ആൻഡ് പേർപ്പിൾ സെറ്റ്. ഓക്കെ, വെണ്ണ തടവി ബട്ടർ പേപ്പർ ഇട്ടു, ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ കേക്ക് ടിൻസും റെഡി. ഇനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. നെക്സ്റ്റ് ആയുഷ് ഉറങ്ങാൻ പോയി. ഇപ്പോൾ പാർവതി ആയുഷിനെ കൊണ്ട് പോയി ഉറങ്ങാനായിട്ട്. കാര്യം ലേറ്റ് ആയല്ലോ. ഇപ്പോൾ ഇവിടുത്തെ സമയം 10 മണിയായി. ഇവിടെ എന്തായാലും ഇന്നൊരു 1 മണി വരെ രാത്രി നമ്മൾ ഉണർന്ന് നിൽക്കുന്നുണ്ടാവും. പാർവതി ഒരു അരമണിക്കൂറിനകത്ത് തിരിച്ചു വിട്ടു. ഞാൻ അപ്പോഴത്തേക്കും ബാറ്ററൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്ക്. ഇത് കഴിഞ്ഞിട്ടുണ്ടാകാൻ പോകുന്നതാണ് നമ്മുടെ വിക്ടോറിയ സ്പഞ്ച്. അത് വീണ്ടും ബാറ്റർ ഉണ്ടാക്കി ചെയ്യാം. പിന്നെയാണ് അലങ്കാരങ്ങൾ വരുന്നത്. ഇതെല്ലാം ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് കിടക്കും. 2 കേക്ക് ടിന്നിലായിട്ട് ഈ ബാറ്റർ ഒഴിക്കാം. ദിസ് ഇസ് അവർ ചോക്ലേറ്റ് കേക്ക് ബാറ്റർ. ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ അകത്ത് കാരമൽ ഫില്ലിംഗ് ആയിരിക്കും. അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു. ഓൾമോസ്റ്റ് ഇനി ഒരു 10-25 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. എന്നിട്ടാണ് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് വയ്ക്കുന്നത്. ഇതൊരു 40 to 45 മിനിറ്റ്സ് 170 ഡിഗ്രി ചൂടിലാണ് വയ്ക്കുന്നത്. ഒരേ സമയം തന്നെ നമുക്ക് വയ്ക്കാം. കാര്യം ഇതൊരു കുക്കിംഗ് റേഞ്ച് ഓവനാണല്ലോ, വലുതാണല്ലോ. ഇത് ഹോട്ട് വീൽസ് കേക്കായി മാറും ഫൈനലി ഡെക്കറേഷനൊക്കെ കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഫ്സ്, സ്നാക്ക് ചെയ്യാനായിട്ട് പഫ്സാണ് ഒന്ന്. അതിന് വേണ്ടിയിട്ട് സ്ലോ കുക്ക്, ഒരു ഡച്ച് ഓവൻ പോലെയുള്ള ഇതിനകത്ത് വളരെ സ്ലോ കുക്കിങ്ങിൽ ഒണിയൻ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് പറഞ്ഞത്. എഗ് പഫ്സാണ് ഉണ്ടാക്കുന്നത്. കാണുന്നുണ്ട്, ഇവിടുത്തെ ഒണിയനാണ്, ഒരു പിങ്ക് ആണല്ലോ ഇവിടുത്തെ ഒണിയൻ. അതിങ്ങനെ സ്ലോ ആയിട്ട് കിടന്ന് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടെമ്പറേച്ചർ 4-ലാണ് ഇട്ടിരിക്കുന്നത്. കുറേ നേരം ഇട്ട്, അപ്പോൾ അതിന് പ്രത്യേക സ്വാദാണെന്നാണ് പറഞ്ഞത്. ഈ ഉള്ളിയാണ് ഉപയോഗിക്കാൻ പോണത് പഫ്സിന് വേണ്ടിയിട്ട്. എഗ് പഫ്സ് ടൈം എടുത്ത് ചെയ്യുന്ന രീതി, സ്ലോ കുക്കിംഗ് മെത്തേഡ്.
ഒരു സെറ്റ് ഓഫ് റെഡ് വെൽവെറ്റ്, നമ്മളിപ്പോൾ റെയിൻബോ വെൽവെറ്റാണ് ഉണ്ടാക്കിയത്. ഇനിയൊരു ഓറഞ്ച് കളറിൽ ഓറഞ്ച് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതെന്താ അറിയാമോ, ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെയിൻബോയുടെ മേളിലായിട്ട് ഒരു മെർമെയ്ഡിനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്യാനായിട്ട് ഡോം ഷേപ്പിലും കൂടി വേണം, ഒരു കേക്കും കൂടി വേണം. ഓക്കെ, അതും കൂടി ഉണ്ടാക്കാൻ പോകണം, ആ ബാറ്ററും കൂടി. ചോക്ലേറ്റ് കേക്ക് ഓവനിൽ കയറ്റി ഒരു 45 മിനിറ്റ് സമയമുണ്ട്. ഒരു സമയം കൊണ്ട് ഞാൻ ഈ ഒരു ബാറ്ററും കൂടി റെഡി ആക്കുന്നതേ ഉള്ളൂ. പഞ്ചസാര എല്ലാം അളന്നിടന്ന് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മേക്കിംഗ് വിശേഷങ്ങളൊക്കെ ഇന്നലെ രാത്രി നടന്നൊക്കെ ഞാൻ കുറേയൊക്കെ ഷെയർ ചെയ്തു. ഏതാണ്ട് ഒരു 3 മണി വരെ ഞാനും പാർവതി കിച്ചണിൽ തന്നെയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു കുറച്ച് ഫിനിഷിങ്, അതിൻ്റെ മേളിലത്തെ കുറച്ച് എന്താ പറയുക പ്രോപ്സൊക്കെ വയ്ക്കുന്ന ജോലി മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ഞങ്ങൾ കുളി എല്ലാം കഴിഞ്ഞു. 12 മണിക്കാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. എല്ലാവരും വന്നു തുടങ്ങും. അപ്പോൾ താഴേക്ക് പോകാം. ഓക്കെ, ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. This is my dress. Yes. This is the mermaid cake. ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. യെസ്, ബൗൺസി കാസിൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് പോലെ ബാക്ക് യാർഡ് കംപ്ലീറ്റ് പ്ലേ ഏരിയ ആക്കി കഴിഞ്ഞു. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് അശ്വിനും ശ്രീയും കൂടിയാണ്, അശ്വിൻ്റെ ഏറ്റവും ഇളയ ബ്രദർ ചെയ്തത്. സ്മൈൽ ബേബി. ഓക്കെ, ഇവിടെയാണ് കേക്ക്സ് വയ്ക്കുക. കേക്ക് സ്റ്റാൻഡാണ്. നമ്മൾ എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ പുറത്തെടുക്കും. 3 കേക്ക് അറ്റ് ദ സെയിം ടൈം വയ്ക്കാൻ പറ്റും. നൈസ്. ഡിഡ് യു സീ യുവർ കേക്ക്? മെർമെയ്ഡ്, റെയിൻബോ മെർമെയ്ഡ്. അകത്ത് റെയിൻബോ കേക്കാണ്, റെയിൻബോ വെൽവെറ്റ് കേക്ക്. ഫുള്ള് കാറെല്ലാം പാർക്ക് ചെയ്തിരിക്കുക ഫ്രണ്ടിൽ എല്ലാവരുടെയും. അവിടെ കളി പുരോഗമിക്കുന്നു. ഇവർക്കെല്ലാം സൺ ഇഷ്ടമാണല്ലോ. ഓ, എൻജോയ്. ചുറ്റും പാർട്ടി വൈബ്സ് ഭയങ്കര. എല്ലാ കുട്ടികളൊക്കെ അങ്ങ് എൻജോയ് ചെയ്ത് തീർക്കാണ്. വെയിലെന്ന് പറഞ്ഞാൽ ആ വെയിലത്താണ് വെള്ളത്തിൽ നടന്ന് കളിക്കുന്നത്. അപ്പോൾ അവർക്കത് ഒരു നല്ല ടാൻ കിട്ടുന്ന ഇഷ്ടമാണ്. ദൈവമേ, ഞാനിവിടെ ചൂടത്തൊന്ന് മാറിയിരിക്കും. ഹായ് ആയുഷ്, യു നോട്ട് ഗോയിങ് ബാക്ക്? ഓക്കെ, ദിസ് ഈസ് ജീര റൈസ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. പനീർ ബട്ടർ മസാല, ദാൽ സർ, വെജ് കുർമ മിക്സ്ഡ്. Chapatis, okay. Noodles, chapatis, rajma, okay. Salad, and gulab jamun കൂടി ഉണ്ട് അല്ലേ? ഗുലാബ് ജാം. പാർവതി ഉണ്ടാക്കിയ എഗ് പഫ്സ്. യെസ്, സ്പെഷ്യൽ. മാഞ്ചസ്റ്ററിൽ ഇപ്പോൾ തൽക്കാലം ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ചേച്ചിയും വരും. ഞാൻ വരും. ഇപ്പം എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? 4 മാസം. ആണോ? 4 മാസം ആറായി. ഇവിടെ ഇപ്പം നല്ല സമ്മർ. പക്ഷെ ശ്യാമള ചേച്ചിക്ക് ഇഷ്ടം എവിടെയാണ്? നാട്ടിലാണ്. ഇത്രയും കാലം ഇവിടെ നിന്നില്ലേ അല്ലേ? അപ്പോൾ ഇനി നാട്ടിൽ നിൽക്കുന്നതാണ്. കുറച്ച് ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ. പിന്നെ ഇപ്പം ഒന്നും ചെയ്യാനില്ലല്ലോ.
Going to give a speech, Ethan. How do you feel about turning 5? Yeah? What do you tell about being 5? Oh, Layas. Birthday to you. Happy birthday to you. Happy birthday, dear Leia. Happy birthday to you. Rainbow velvet cake. കുട്ടികളെല്ലാം വിത്ത് പ്ലേറ്റ്സ് വെയിറ്റിംഗ്. അങ്ങനെ കേക്ക് കട്ടിങ് സെറമണിയും കഴിഞ്ഞു. എല്ലാവരുടെയും ലഞ്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ് വരുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ദേ എല്ലാവരും കൂടി എന്തൊക്കെയോ കാണുന്നു ടി വിയിൽ. പ്ലസ് ഇനിയാണ് ഗിഫ്റ്റ് അൺറാപ്പിങ്. കുറേ ഗിഫ്റ്റ് കിട്ടുമല്ലോ കുട്ടികൾക്ക്. അതെല്ലാം എല്ലാവരും കൂടി ഇരുന്നിട്ട് അൺറാപ്പ് ചെയ്യും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ഹാപ്പി ടൈം. ഞാനിങ്ങനെ എൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കേക്ക്സൊക്കെ വളരെ നല്ലതായിരുന്നു എന്നെല്ലാവരും പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഹാപ്പി മൊമെൻറ്റ്. പിന്നെ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് അതിനൊരു റിസൾട്ട് കിട്ടിയല്ലോ, സന്തോഷം. അത് കുട്ടികളെല്ലാം എന്തോ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി. കുറച്ച് പേര് ഇപ്പോഴും പുറത്തുണ്ട്. ലേഡീസ് എല്ലാം അടുത്ത റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് നല്ല വെയിൽ തന്നെയാണ്. കാറെല്ലാം അവിടെ എല്ലാവരുടെ വെയിൽ. വൈകുന്നേരം വരെ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ 3:30 ടൈം. ഇവിടെ എല്ലാം ഫുൾ ഡിസ്കഷൻ, ലേഡീസ് ടൈം. ഒരു സൈഡിൽ ഓരോ മുറിയിലും കുറേ ഗ്രൂപ്പായിട്ട് അവരുടെ ആക്ടിവിറ്റീസ് കുട്ടികളുടെ എല്ലാം ഒരു സൈഡിൽ. പുറത്തെ കഴിച്ച അകത്ത് നല്ല ഫെസ്റ്റിവിറ്റി. പുറത്ത് നോക്കിയ വാഹനങ്ങളെല്ലാം ബാക്കിയായിട്ടുണ്ട്. എല്ലാവരും ഇനി വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകും. സോ ശബ്ദമുഖരിതമാണ് എല്ലാ റൂംസും. ഇവിടെ ലേഡീസ് എല്ലാം ഇരുന്ന് സംസാരിക്കുന്നു. ശ്യാമള ചേച്ചി അവിടെ കിച്ചൻ്റെ ഭാഗത്തൊക്കെ രേഷ്മയെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒന്ന് ക്ലിയറൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുറച്ച് നേരമായിട്ട് യാത്ര പറഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ടോട്ടൽ ഒരു ഫെസ്റ്റിവൽ ഡേ പോലെയാണ്. ട്രിപ്ലറ്റ്സ് ബർത്ത്ഡേ. നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. കുട്ടികളൊക്കെ ആ വെയിലത്താണ് അവിടെ ഭയങ്കര ഗാർഡനിൽ കളി, വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം. പക്ഷെ ഇവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ടാനാവുന്നതൊക്കെ. നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പുറത്തോട്ടേ ഇറങ്ങിയില്ല, ആ ഗാർഡൻ ഏരിയയിലേക്ക് പോയില്ല. ഞാൻ അകത്ത് തന്നെ നിന്ന് കളിക്കുവാണ്. ഇപ്പോൾ ഈവനിങ് ടൈമായി കേട്ടോ. പക്ഷേ എന്നാലും എല്ലാം 5 മണിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഇപ്പോഴും ആക്റ്റീവാണ്. ഓൾ ആർ ഇൻ ദ ഗാർഡൻ, മോസ്റ്റ് ഓഫ് ദം. കുറച്ച് നേരമൊക്കെ അകത്ത് തളർന്ന് കയറിയെന്ന് തോന്നുന്നു കുട്ടികൾ. ഓൾ ആർ ഗോയിങ്. എല്ലാവരും തിരിച്ചു പോകുന്ന സമയമായി. ഇപ്പോൾ സമയം 5:45. അങ്ങനെ നമ്മുടെ വീട്ടിലെ മച്ച് എവേറ്റഡ് ബർത്ത്ഡേ പാർട്ടി ഈസ് ഓവർ. ഞാൻ ഈ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന്, നമ്മുടെ ട്രിവാൻഡ്രം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഈ സാധാരണ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച സമയം തൊട്ട് ഓൾമോസ്റ്റ് 2 ബർത്ത്ഡേ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ മിസ് ചെയ്യാണ്ട് പങ്കെടുത്തിട്ടുണ്ട്. ആയുഷിൻ്റെയും ട്രിപ്ലറ്റ്സിൻ്റെയും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ അങ്ങനെയുള്ളൊരു അവസരത്തിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് എപ്പോഴും നമ്മളൊരു ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അശ്വിൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അമ്മ, അവരുടെ ഫാമിലി, കുട്ടികൾ, ഇവരെല്ലാം ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാം കൂടെ 10-25 പേരുണ്ട്. അപ്പോൾ അവർ കസിൻസ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കൊരു ഗെറ്റ് ടുഗെദർ പോലെയാണ്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഈ കസിൻസിൻ്റെ എല്ലാവരുടെ വീട്ടിലും ഫംഗ്ഷൻ ഉണ്ടാവും. ഇതുപോലെ പോകും, പങ്കെടുക്കും, തിരിച്ചു വരും. ഭയങ്കര സന്തോഷമാണ്.
ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞു പോയി. ഞാനിപ്പോൾ കുറേ നാൾ കഴിഞ്ഞല്ലേ എല്ലാവരെയും കാണുന്നത്, എന്നെ അവരും കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത സൺഡേ ഞാൻ തിരിച്ചു പോകുന്ന ദിവസമാണ്. അന്ന് അശ്വിൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ നീലിമയുടെ മോളുടെ മായയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും പോകും. അന്നേരം ചിലപ്പോൾ ഞാനും കൂടി ഉണ്ടാവും, കാര്യം അന്ന് എനിക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് സൺഡേ. അപ്പോൾ അവരുടെ വീടിനടുത്താണ് എയർപോർട്ട്. അപ്പോൾ ആശയുടെ വീട്ടിൽ വെച്ചാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ആശയുടെ വീടിന് അവിടെ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് തന്നെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടാൽ മതിയല്ലോ. എനിക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്, 8:30 8:45 ആണ്. ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. കേക്കെല്ലാം ഒരു ഹിറ്റായി, കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. ഫുഡും ഒക്കെ നല്ലതായിരുന്നു. കേറ്ററേഴ്സ് ചെയ്ത് അവരെ കൊണ്ടുവന്ന നല്ല ഫുഡായിരുന്നു. പിന്നെ പാർവതിയുടെ എഗ് പപ്സും പിന്നെന്താ നമ്മൾ ജീര റൈസൊക്കെ ഉണ്ടാക്കി, അതുമൊക്കെ നല്ലതായിരുന്നു. ദാല് ഐശ്വര്യ ഉണ്ടാക്കി കൊണ്ടുവന്നു, അതും എക്സലൻ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഇവിടെ ഫുഡിൻ്റെ ഒന്നും പറയണ്ട, കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയായിരുന്നു, എന്തോരം ഫുഡാണ്, ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. പിന്നെ എല്ലാം കുറേയൊക്കെ പാഴ്സൽ ചെയ്തു, കുറേ ഫ്രിഡ്ജിൽ കയറ്റി, അങ്ങനെയല്ല. എന്തായാലും ഹാപ്പിയായി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വിശേഷങ്ങൾ മാഞ്ചസ്റ്ററിലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.